ഏവർക്കും സിനിമാ വാർത്തകളിലേക്ക് സ്വാഗതം. ലാലേട്ടൻ്റെ ദൃശ്യം 3 സിനിമ അങ്ങനെ സിനിമയുടെ 29-ാം ദിനമായ 4 ആഴ്ചയിലേക്ക് എത്തിയിരിക്കുകയാണ്. സിനിമയുടെ ഇന്നത്തെ കളക്ഷൻ നോക്കുമ്പോൾ ഇന്നും സിനിമ മികച്ച കളക്ഷനാണ് നേടിയിരിക്കുന്നത്. സിനിമയ്ക്ക് ഇന്ന് ട്രാക്കിംഗ് കളക്ഷനായി വന്നിരിക്കുന്നത് 7 ലക്ഷം രൂപയോളമാണ്. അപ്പോൾ സിനിമയ്ക്ക് ഇന്ന് പ്രീസെയിൽ കളക്ഷനായി നമ്മൾ പ്രതീക്ഷിക്കുന്നത് 14,50,000 രൂപയോളമാണ്. അപ്പോൾ സിനിമ മികച്ച കളക്ഷനാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. സിനിമയുടെ ഇന്നലെ വരെയുള്ള കളക്ഷനിലേക്ക് കടക്കുമ്പോൾ സിനിമയുടെ ആകെ 28 ദിവസത്തെ കളക്ഷനിലേക്ക് കടക്കുമ്പോൾ സിനിമയ്ക്ക് ഇന്നലെ ലഭിച്ച കളക്ഷൻ എന്നത് 18 ലക്ഷം രൂപയോളമാണ്. അങ്ങനെ സിനിമ വെറും 28 ദിവസങ്ങൾ കൊണ്ട് കേരള കളക്ഷൻ 89,95 ലക്ഷം രൂപയോളം എത്തിയിരിക്കുകയാണ്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 246,20 ലക്ഷം രൂപയോളമാണ് എത്തിയിട്ടുള്ളത്. സിനിമ ഇന്നത്തോടു കൂടി സിനിമയുടെ കേരള കളക്ഷൻ 90 കോടി കടക്കുന്നതായിരിക്കും ഏകദേശം ഉറപ്പല്ല കൺഫേം ആയിട്ടുണ്ട്. കാരണം ഇന്ന് ട്രാക്കിംഗ് കളക്ഷന് 6 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രീസെയിലായിട്ട് സിനിമ എന്തായാലും 14 ലക്ഷം രൂപ എടുക്കും. 5 ലക്ഷം രൂപയോളം മതി സിനിമയ്ക്ക് 90 കോടിയോളം എടുക്കാൻ. അപ്പോൾ സിനിമയുടെ കേരള കളക്ഷൻ 90 കോടി രൂപ ഇന്നെത്തുന്നതായിട്ട് ഉറപ്പായിരിക്കുകയാണ്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ഇന്നത്തോടുകൂടി 246 കോടി 30 ലക്ഷം രൂപയുടെ 30 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ വരുന്ന ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അങ്ങനെ സിനിമ 4-ാം വാരം പിന്നിടുകയാണ്. സിനിമ ഇന്ന് OTT റിലീസിന് ഇറങ്ങാൻ പോവുകയാണ്. ഇന്ന് ജൂൺ 18 സിനിമ ആമസോൺ പ്രൈം വഴി OTT റിലീസാകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് OTT വഴി നിങ്ങൾക്ക് സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. എന്നിരുന്നാലും സിനിമ OTT ഇറങ്ങിയതോടുകൂടി തന്നെ സിനിമയുടെ കളക്ഷൻ ഇടിവൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ഈ സിനിമ ബിസിനസ്സും ബോക്സ് ഓഫീസ് കളക്ഷനൊക്കെ കൂടി കൂട്ടിയിട്ട് 330-350 ഇടയിലുള്ള കളക്ഷനാണ് സിനിമ നേടിയെടുത്തത് ടോട്ടലായിട്ട്. അങ്ങനെ സിനിമ ബിസിനസ് വൈസ് 300 കോടിക്കും കൂടി കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട്. ആകെ കളക്ഷൻ സിനിമ 300 കോടിക്കും കൂടി കളക്ഷൻ എടുത്തിട്ടുണ്ട്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 245 കോടിക്കും കൂടി കളക്ഷനാണ് ഇപ്പോൾ നേടിയെത്തിയിരിക്കുന്നത്. സിനിമ 250 കോടി രൂപ ടച്ച് ചെയ്യില്ല എന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. എന്നിരുന്നാലും സിനിമ കേരളത്തിൽ നിന്ന് 90 കോടിക്കും കൂടി കളക്ഷൻ വന്നിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. എന്തായാലും നിങ്ങൾ സിനിമ കണ്ട നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഇന്ന് OTT സിനിമ ഇറങ്ങുന്നതായിരിക്കും. ആമസോൺ പ്രൈം സിനിമ പ്രീമിയർ ഷോ പുറത്തു വരുന്നതായിരിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതുപോലുള്ള ഡെയിലി സിനിമാ വാർത്തകൾ അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ബെല്ലൈക്കൺ ഓൺ ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.